പോളയത്തോട് റെയിൽവേ മേൽപ്പാല നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി കൊല്ലം കളക്ടർ എൻ ദേവിദാസിന്റെ നിർദ്ദേശപ്രകാരം പോളയത്തോട് ലെവൽ ക്രോസ് അടച്ചു. പൈലിംഗ് പണി തുടങ്ങി. ലെവൽ ക്രോസ് അടയ്ക്കുന്നതിനാൽ പോളയത്തോട് ചായക്കടമുക്ക് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഏറ്റെടുക്കുന്ന ഭൂമിക്കും പൊളിക്കുന്ന കെട്ടിടങ്ങൾക്കുമുള്ള നഷ്ടപരിഹാര വിതരണം അന്തിമഘട്ടത്തിൽ എത്തിയതോടെയാണ് നിർമ്മാണ നടപടികൾ ആരംഭിക്കുന്നത്. ഭൂമിക്കും കെട്ടിടങ്ങൾക്കും നഷ്ടപരിഹാരമായി 11.34 കോടി രൂപയും പുനരധിവാസത്തിന് 28.84 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. കൊല്ലം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ SP ഓഫീസിന് സമീപമുള്ള മേൽപ്പാലം വഴി തുമ്പറ ജംഗ്ഷനിലെത്താം. ബീച്ച് റോഡ് വഴി മുണ്ടക്കൽ പാലം കടന്നും പോകാം. ഹൈവേ വഴി കൊല്ലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ SN കോളേജ് ജംഗ്ഷൻ ഗേറ്റ് വഴി മുണ്ടക്കൽ ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് പോളയത്തോട് ജംഗ്ഷൻ ചായക്കടമുക്ക് റോഡിലൂടെ അമൃതകുളത്തിലേക്ക് പ്രവേശിക്കാം. കൊല്ലം ഭാഗത്തു നിന്നും വരുന്ന കാറുകൾ, ഓട്ടോറിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ കപ്പലണ്ടി മുക്ക് ഗേറ്റ് കടന്ന് ഗുരുദേവ ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് അമൃതകുളത്തേക്ക് പോകണം. തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുന്ന കാറുകൾ, ഓട്ടോറിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ മാടന്നട സർക്കിളിൽ നിന്നും തിരിഞ്ഞ് ഭരണിക്കാവ് ഗേറ്റ് വഴി ഇരവിപുരം ഭാഗത്തേക്ക് കടന്ന് അമൃതകുളം ഭരണിക്കാവ് റോഡിലെത്തണം. തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ഭാരവാഹനങ്ങൾ ഭരണിക്കാവിലെ ലെവൽ ക്രോസ് വഴി പുത്തൻനട ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് പ്രിയദർശിനി റോഡ് വഴി തിരിഞ്ഞു പോകണം.